إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിന്റെ എല്ലാ നന്മയും പുണ്യവും അനുഗ്രഹവും ഉണ്ടാകാനും ലഭിക്കാനും പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന മാർഗങ്ങളിലൊന്നായി ഈ ദിവസങ്ങളിലെ ഉളുഹിയ്യത്ത് ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകൾ കൂടി ഉണ്ടാകണം. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സ്കൂൾ അവധിക്കാലം കഴിഞ്ഞ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കാം. 2 ദിവസം കഴിഞ്ഞ സ്കൂളുകൾ തുറക്കാൻ പോവാം. നേരത്തെ 2 മാസക്കാലം കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിലാണ് ഉണ്ടായിരുന്നത്. പുതിയ ഒരു വർഷം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട, കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ ചിന്തയിൽ കുട്ടികളെക്കുറിച്ചും വ്യക്തിപരമായി നമ്മളെക്കുറിച്ചും നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ വീട്ടിൽ മറ്റു ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമുക്കത് പ്രയോഗിക്കാൻ കഴിഞ്ഞേക്കാം. സ്കൂൾ വിദ്യാഭ്യാസം നിർവഹിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ, ആ പ്രായത്തിൽ എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ പ്രയോജനപ്പെട്ടേക്കാം. കുട്ടികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണോ ഇത് യാഥാർത്ഥ്യമാകുന്നത്, ഇത് നടപ്പിലാക്കേണ്ടത് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ കാര്യത്തെ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്ന് മുതിർന്നവർക്കും ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ ഓർത്ത് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ബോധം നിലനിർത്തി നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കുക എന്നതാണ് ദുനിയാവിൽ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം. പരമാവധി ആരാധനകൾ നിർവഹിക്കുക, നന്മകൾ ചെയ്യാം, പരലോകത്ത് കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കഴിയുന്നത്ര തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ ഉള്ളിലുള്ള ചിന്ത എന്താണ്? എന്നെ പടച്ചോൻ കാണുന്നുണ്ടല്ലോ, എനിക്ക് മരിച്ചുപോയാൽ ഒരു പരലോകം വരാനുണ്ടല്ലോ, ഈ ബോധമാണ് ഇത് രണ്ടും സാധ്യമാകാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്.
ഈ ജീവിതത്തെയാണ് പൊതുവിൽ നമ്മൾ തഖ്വ എന്ന് പറയുക. തഖ്വ ഈ ജീവിതത്തെയാണ് ഒരു ഈമാനുള്ള ജീവിതം എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ തഖ്വയും ഈമാനും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകണം. ഓർമ്മ വെച്ച നാൾ മുതൽ, മതത്തെക്കുറിച്ച് ബോധമുള്ള സമയം മുതൽ മരണം വരെ ഈ ലൈഫ്, ഈ ഒരു ജീവിത ചിട്ട നിലനിർത്തി കൊണ്ടുപോകുന്നവനാണ് പരലോകത്ത് വിജയിക്കുക. കുട്ടിക്കാലം മുതൽ ഒരാൾക്കത് നടപ്പിലാക്കാൻ സാധിച്ചാൽ അവൻ ഭയങ്കര ഭാഗ്യവാനാണ്. വളരെ ചെറുപ്പം മുതൽ നമ്മുടെ മക്കളിൽ അത് പ്രയോഗിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിൽ അയാൾ വിജയിച്ചു, സക്സസ് ആയി. വലിയ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നതിലല്ല ഒരു കുട്ടിയെ വളർത്തുന്നതിൽ രക്ഷിതാവ് വിജയിച്ചു എന്ന് പറയുന്നത്. നല്ല വരുമാനമുള്ള ഒരു ജോലിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോഴല്ല ഒരു രക്ഷിതാവ് അയാളുടെ രക്ഷാകർതൃത്വം പൂർണ്ണമായി നിർവഹിച്ചു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതൊക്കെ ഒരു രക്ഷാകർതൃത്വത്തിന്റെ ഭാഗമാണ്. ലോകത്തെവിടെ എത്തിപ്പെട്ടാലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സൊരു മനുഷ്യനുണ്ടെങ്കിൽ, ഏതു പ്രതികൂല സാഹചര്യത്തിലും നമസ്കാരം ഒഴിവാക്കാത്ത ഒരാളായി, പടച്ചോനെ നിസ്കരിക്കണല്ലോ, +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാതെ ആദ്യ സമയത്തു തന്നെ, മുമ്പ് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ ആദ്യ റാങ്കുകളിലെത്തി തമിഴ്നാട്ടിലെ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജിൽ പഠനം നിർവഹിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് കുട്ടിയുടെ വീട്ടുകാർ പറയണ്ടായി. വീട്ടിലേക്ക് അവധിക്ക് വന്നപ്പോ തൊട്ടടുത്ത ദിവസം മടങ്ങിപ്പോയി എന്നാണ്. എന്താ മടങ്ങിപ്പോകാനുള്ള കാരണം? എന്റെ ഖുർആൻ പരിഭാഷ ഞാൻ മറന്നുവെച്ചു. ഖുർആൻ പരിഭാഷ വായിക്കാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടാകാറില്ല. കൂടെ പോകുമ്പോഴെല്ലാം ബാഗിൽ അത് കൊണ്ടു നടക്കും. എന്നിട്ട് തിരിച്ചുപോയി. ആ ഖുർആൻ പരിഭാഷ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി ഖുർആൻ പരിഭാഷ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന, ചിന്തിക്കുന്ന കുട്ടികൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്. കേരളത്തിൽ തന്നെയുള്ള പ്രബോധകരെ നിങ്ങൾ എടുത്തു നോക്കൂ. പ്രത്യേകിച്ച് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ആളുകൾ, നാസ്തികരായിട്ടുള്ള, ലിബറലുകളായിട്ടുള്ള ഇസ്ലാം വിമർശനത്തെ തുറന്നു കാണിക്കുന്ന, ഇസ്ലാമിന് പ്രതിരോധം തീർക്കുന്ന പലരും, അവരൊക്കെ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെയാണ്. പ്രബോധന രംഗത്ത് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോഴും താടി നീട്ടി വളർത്തി, ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിച്ച്, ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും പാലിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത് അയാളുടെ ഒരു വലിയ തൗഫീഖാണ്. അവരുടെ മാതാപിതാക്കളുടെ മഹാസൗഭാഗ്യമാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്കും സ്വപ്നം കാണാവുന്നതും, പ്രിയപ്പെട്ട കുട്ടികളെ, അത്തരമൊരു ലൈഫ് നമുക്കും ആഗ്രഹിക്കാവുന്നതുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ രക്ഷിതാവ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാനുണ്ട്. വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ? മിക്കവാറും ഒരു SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ് പുതിയ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്ന, പുതിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രവേശനം തേടുന്ന ഒരു സന്ദർഭമായിരിക്കും. അവിടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ കാര്യം. എനിക്കെന്റെ ദീനനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയാവുന്ന അവസ്ഥയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സാഹചര്യങ്ങളാണ് എപ്പോഴും മനുഷ്യനെ ശരിയിലേക്കും തെറ്റിലേക്കും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളാണ്. നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരു മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളേക്കാൾ മതരംഗത്ത്, ധാർമ്മിക രംഗത്ത് കുറച്ചുകൂടി സുരക്ഷിതനായിരിക്കും. അല്ലേ? മക്ക വിജയത്തിനു മുമ്പും ശേഷവുമുള്ള സ്വഹാബിമാരുടെ പദവി ഒന്നല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിന് പല കാരണങ്ങളുണ്ട്. മക്ക വിജയത്തിനു മുമ്പുള്ളവർക്ക് ഉണ്ടായ അത്ര ത്യാഗവും സഹനവും പ്രയാസങ്ങളും അതിന് ശേഷമുള്ളവർക്കില്ല.
മക്ക വിജയത്തിന് ശേഷമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. മക്ക വിജയത്തിന് മുമ്പുള്ളവരുടെ സ്ഥിതി അങ്ങനെയല്ല. ഷിർക്കിന്റെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് കൂടുതൽ ചുറ്റുമുള്ളത്. അതിനോട് പടവെട്ടി അതിനെതിരെ മാനസികമായി സമരം ചെയ്ത് നന്മയുടെ ആളുകളായി ജീവിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അവർക്കതിന് കൂടുതൽ പുണ്യമുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു ഉപമയുണ്ട്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. ഒരു നല്ല മണ്ണിൽ നല്ല വിളവ് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഉണ്ടാകുന്നു. വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ. മോശമായ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചു മാത്രമേ അവിടെ നല്ല വിളവുണ്ടാകൂ. അന്തരീക്ഷം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അവിടെ ജുമാക്ക് പോകാൻ സൗകര്യമുണ്ടോ? ഇടയ്ക്കൊക്കെ ദീന് കേൾക്കാനുള്ള സൗകര്യമുണ്ടോ? കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും വലിയ വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് മക്കളെ പറഞ്ഞേക്കുമ്പോ വെള്ളിയാഴ്ച ജുമഅ പോലും നിർവഹിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ മക്കൾ പോയി പഠിക്കുന്നു. ഒരു രക്ഷിതാവ് അതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല. എനിക്ക് മുമ്പ് ഓർമ്മയുണ്ട്, ഞാൻ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. വെള്ളിയാഴ്ച എനിക്ക് ജോലിക്ക്, അപ്പൊ പിന്നെ ജുമഅക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ സാധാരണ 5 നേരത്തെ നിസ്കാരവും അതും പറ്റുന്നില്ല. ആ കുട്ടിയുടെ മനസ്സിൽ അതൊരു വേദനയായി നിലനിൽക്കുന്നില്ല. സാധാരണ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമായി തന്നെ തോന്നുന്നില്ല. ആകെ പ്രശ്നമായി തോന്നുന്നതാണ് ജുമഅക്ക് ഒരു ആഴ്ചയിൽ ഒരു ജുമഅക്ക് കൂടി പോകാൻ പറ്റുന്നില്ലല്ലോ. അതും നിർവഹിക്കാൻ സൗകര്യമില്ലാത്തിടത്തൊരു കുട്ടിയെ ഒരു രക്ഷിതാവ് കൊണ്ടുപോയിടുമ്പോ, ഒരു കുട്ടിയെ അത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോ സഹോദരങ്ങളെ എന്തുമാത്രം ഗൗരവമുള്ള സംഗതിയാണത്. അതുകൊണ്ട് നമ്മുടെ ദീനനുസരിച്ച് മുന്നോട്ടു പോകാൻ കഴിയാവുന്ന സന്ദർഭവും സാഹചര്യവുമുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി എന്താണെന്നറിയാമോ? നമ്മുടെ സൗഹൃദം എങ്ങനെയുള്ളതാണ്. ഈ സാഹചര്യത്തിന്റെ മറ്റൊരു ഭാഗം അതാണ്. എങ്ങനെയാണ് ഒരു കുട്ടി മയക്കുമരുന്നിലെത്തുന്നത്? എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ലഹരിയിൽ എത്തിച്ചേരുന്നത്? ലോകത്ത് ലഹരിയെക്കുറിച്ച് വായിച്ചു പഠിച്ച് അതൊന്ന് ഉപയോഗിച്ചു നോക്കാമെന്ന് ചിന്തിച്ച് ഉപയോഗിക്കുന്ന ലഹരിയിൽ എത്തിപ്പെട്ട എത്ര ആളുകളുണ്ടാകും? വളരെ കുറവായിരിക്കും. മഹാഭൂരിഭാഗം ആളുകളും അയാൾക്ക് ലഹരി പരിചയപ്പെടുത്തിയ ഒരു കൂട്ടുകാരനുണ്ടാകും. അയാളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു സുഹൃത്തുണ്ടാകും. സൗഹൃദങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത്, ശരിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫല്യൻദുർ അലാ മൻ യുഖാലിൽ. നിങ്ങൾ കൂട്ടുകൂടുന്നവനെ കുറിച്ച് നന്നായി ചിന്തിക്കണം. അൽ ജലീസുസ്സു മസലുൽ ജലീസിസ്സൂഇ വൽ ജലീസിസ്വാലിഹ്. ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ എന്താണ്? പ്രവാചകൻ മനോഹരമായി വിശദീകരിച്ചു തന്നു. ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ എന്താണ്? ഒന്ന് അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്. 2 ഒരു കൊല്ലന്റെ ആല പോലെയാണ്. അത്ര വിൽപ്പനക്കാരന്റെ കൂടെ കൂടിയാൽ അതിന്റെ ഒരു സുഗന്ധം നമ്മോടൊപ്പം ഉണ്ടാകും. അയാൾ ശരീരത്തിലൊരു ചിലപ്പോ ഒരു സാമ്പിൾ ഒന്ന് തൊട്ടു തരും. ഒന്നും തന്നില്ലെങ്കിലും കൂടെ ഇരിക്കുമ്പോ അത്ര വിൽക്കുന്ന കടയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യനൊരു സുഗന്ധമുണ്ടാകും. നല്ല മനുഷ്യരോടൊപ്പം കൂട്ടുകൂടുന്നവൻ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് കുട്ടികളെ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരന്റെ ധാർമ്മിക പശ്ചാത്തലം എന്ത് എന്നത് അന്വേഷിക്കണം, ആലോചിക്കണം. നന്നായി കമ്പനി അടിക്കാൻ പറ്റിയ ഒരാളാണ്. തനിക്കു വേണ്ടി ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്തിനും കൂടെ നിൽക്കുന്നവനാണ്. അതല്ല നമ്മുടെ മാനദണ്ഡം. ഒരു മുസ്ലിമായി ജീവിക്കാൻ, ഒരു വിശ്വാസിയായി ജീവിക്കാൻ, നന്മകൾക്ക് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തിന്മകളിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കുന്നവനാണോ, എനിക്കതിന് പ്രയോജനപ്പെടുന്നവനാണോ, ഇവന്റെ കൂടെ 10 ദിവസം ജീവിച്ചാൽ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ആ പ്രശ്നം കടന്നു വരുമെന്ന ഒരു ഭയം നിങ്ങൾക്കുണ്ടോ? മാറി നിൽക്കണം. അത്തരം ആളുകളെയല്ല നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. താൽക്കാലികമായ ചില വിഷമങ്ങൾ ഒരുപക്ഷേ അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകും. നന്നായി ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുമ്പോ ചില ചെറിയ ആസ്വാദനങ്ങൾ ഒരുപക്ഷെ താൽക്കാലികമായി 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക്
ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു 3 വർഷത്തേക്ക് നമുക്ക് നഷ്ടമായേക്കാം. പക്ഷേ നമുക്ക് നേട്ടമുണ്ടാകുന്നത്, നമ്മൾ ലാഭം കൊയ്യുന്നത് ഒരു ലൈഫാണ്, ഒരു ജീവിതമാണ്, ഒരു ആയുഷ്കാലമാണ് നമുക്കവിടെ ലാഭകരമായി ലഭിക്കുന്നത്. 1 വർഷം ഒരാളുടെ സൗഹൃദത്തെ വേണ്ടെന്ന് വെക്കുമ്പോ, 2 വർഷം ഒരാളുടെ സൗഹൃദത്തെ വേണ്ടെന്ന് വെക്കുമ്പോ, ഞാൻ പറയുന്ന ആരുമായി കൂട്ടുകൂടുന്നു എന്നത് ആലോചിച്ച് 1000 വട്ടം ആലോചിച്ച് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, വലാ യഅകുൽ തുആമക ഇല്ലാ തഖയ്യ. നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഒരു മുത്തഖിയായിരിക്കണം എന്നാണ്. നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഒരു മുത്തഖിയായിരിക്കണം എന്ന് പറഞ്ഞെന്താ? ഒരു നല്ലവന്റെ കൂടെയായിരിക്കണം നമ്മുടെ സഹവാസം. ഇസ്തിഖാമത്തിന്റെ വഴികൾ എന്താണ്? മുതിർന്ന ആളുകളെ, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് നല്ല മുഅ്മിനായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ആ ഇസ്തിഖാമത്തിന്റെ മാർഗങ്ങളെയും തഖ്വയുടെ വഴികളെയും കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും പറയുന്ന ഒരു വഴി ഏതാണെന്നറിയാമോ? മുസാഹബത്തുസ് സ്വാലിഹീൻ, നല്ല മനുഷ്യരോടൊപ്പം സഹവസിക്കുക എന്നതാണ്. 5 നേരം നിസ്കരിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടുക എന്നതാണ്. സത്യസന്ധനായ മനുഷ്യരോടൊപ്പം കൂട്ടുകൂടുക എന്നതാണ്. തൗഹീദുള്ള ഇസ്ലാമിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, മതത്തെ പരിഹസിക്കാത്ത, മത നിയമങ്ങൾക്ക് അതിന്റേതായ വില കൽപ്പിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോ അയാൾക്ക് ലൈഫ് മതമൂല്യങ്ങൾക്കൊപ്പം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഹൃദം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകണം. 3-മത്തെ സംഗതി, എപ്പോഴും നമുക്ക് അനുകൂലമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് അനുകൂലമായ സന്ദർഭങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് കടന്നുപോകാൻ സാധിക്കൂ എന്ന സാഹചര്യം ഉണ്ടാകാൻ കഴിയുമോ? അങ്ങനെ സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ വളരെ കുറവാണ്. നമ്മൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ നമ്മൾ ചിന്തിക്കുന്ന മൂല്യങ്ങളുള്ള എത്ര ആളുകളുണ്ടാകും? ആ ക്യാമ്പസിനകത്ത് എത്ര ആളുകളുണ്ടാകും? ഹോസ്റ്റൽ മുറിയിൽ എത്ര ആളുകളുണ്ടാകും? പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കും കൂടുതൽ നമുക്കുണ്ടാവുക. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൃഢനിശ്ചയമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതികൂലമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ്. കുറച്ചൊക്കെ അങ്ങനെ നിലക്കും. വീട്ടിൽ നിന്ന് പോരുമ്പോ തലേ ആഴ്ചയിൽ കേട്ട ഖുതുബ, അതിന്റെ മുമ്പത്തെ ആഴ്ച സിയാറിയിൽ നിന്ന് കേട്ട ക്ലാസ്, അല്ലെങ്കിൽ മുമ്പെപ്പോഴോ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ഉമ്മയും ഉപ്പയും നിർബന്ധമായും പാലിക്കണമെന്നാവശ്യപ്പെട്ട ചില ഉപദേശങ്ങൾ, അതൊക്കെ പാലിച്ചു. 1-മത്തെ ദിവസം ഹോസ്റ്റൽ മുറിയിലെത്തിയപ്പോ 5 നേരം നിസ്കരിച്ചു. 2-മത്തെ ദിവസവും നിസ്കരിച്ചു. 3-മത്തെ ദിവസം നിസ്കരിച്ചു. 4-മത്തെ ദിവസവും സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ കൂടെയുള്ളവർ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ എന്താ തോന്നുന്നത്? കുറച്ചുകൂടി കഴിയട്ടെ, ഇന്നലെ കുറച്ച് വൈകിയല്ലേ ഉറങ്ങിയത്, കുറച്ചേരം ഒന്ന് കിടക്കാം പറഞ്ഞു. പറയുന്നെന്തറിയോ? അവിടെ അവസാനിച്ചു. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. നമ്മൾ വിചാരിച്ചില്ലെങ്കിലും ആ ചിന്ത വരുമ്പോഴും 3 മണിക്ക് ഉറങ്ങാൻ കിടന്നാലും സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമെന്നതൊരു വെല്ലുവിളിയായി എടുക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും സാധിക്കണമെന്ന് ഞാൻ പറയുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചാലും സുബഹിന്റെ ബാങ്കൊലി കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമെന്നത്, ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ വിചാരിച്ചിടത്ത് നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു തീരുമാനം എടുക്കുന്നു, തൊട്ടടുത്തുള്ള ആൾ വേറൊരു ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ്, കൂടെ ജീവിക്കുന്ന ആൾ മറ്റൊരു ജീവിത രീതിയിലുള്ള ആളാണെന്ന് അവരോടൊപ്പം കൂടിക്കൊടുക്കാം. ആ മനസ്സൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ മനസ്സ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ക്ഷമാന്ന് മതം പഠിപ്പിക്കുന്നത് എന്തിനൊക്കെയെന്നറിയോ? ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നതിന് മാത്രമല്ല. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്, ചെറിയ കാര്യമല്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പിടിച്ചാൽ കിട്ടില്ല. ചില ആൾക്കാർ അഭിമാനത്തോടു കൂടി പറയും. അത് അപമാനത്തോടു കൂടി പറയേണ്ട കാര്യം, അഭിമാനത്തോടു കൂടി പറയേണ്ടതല്ല.
രണ്ടാമത്തെ ക്ഷമ എന്ന് മതം പഠിപ്പിക്കുന്നത് പരീക്ഷണങ്ങളിലുള്ള ക്ഷമയാണ്. ഒരു പനി 4 ദിവസം പനിച്ച എന്താ പടച്ചോനെ ഇത് മാറാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ മാസം തീരുമെന്ന് വിചാരിച്ച 10 കൊല്ലം കഴിഞ്ഞിട്ടും തീർന്നില്ലെങ്കിലും അല്ലെ, എന്തൊരു കഷ്ടകാലം എന്ന വാക്കൊരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിന് വരില്ല. അയ്യൂബ് നബി അവിടെ നമുക്ക് മാതൃക. മൂന്നാമത്തെ ക്ഷമ എന്തറിയോ? നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമയാണ്. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സന്തോഷവാർത്ത പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്നാ. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാനുള്ളൊരു ക്ഷമ വേണം. എല്ലാ ദിവസവും ഖുർആനോത്ത് നിലനിർത്താനുള്ളൊരു ക്ഷമ വേണം. എല്ലാ ദിവസവും ദിക്റുകൾ നിലനിർത്താനുള്ളൊരു ക്ഷമ വേണം. ആ ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം നൽകും എന്ന നാട്ടിൽ നമ്മൾ പറയാം. ഞാൻ പറയുന്നത് ക്ഷമ നമുക്ക് സ്വർഗം തരുമെന്നാണ്. അല്ലാഹു പറഞ്ഞതാ, ക്ഷമ നമുക്ക് സ്വർഗം നൽകുമെന്നാണ്. ഞാൻ പറയുന്നത് എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും, എത്ര വൃത്തികെട്ട ആളുകളുടെ കൂടെ ജീവിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും, ഞാനെന്ന മുസ്ലിം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുക. അല്ലേ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? ആളുകൾ ബാങ്കിന്റെ സമയമായാൽ, നമസ്കാരത്തിന്റെ സമയമായാൽ അവർ ആ ഉള്ള സീറ്റിനകത്തിരുന്ന് നമസ്കരിക്കുന്നു. എന്താ അത്? ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ എത്ര ആളുകൾ ഉണ്ടാകും? ഒരു 60, 70, 100 ആൾക്കാരുണ്ടാവും. അതിലേറെ ആൾക്കാരുണ്ടാവും. ആ ആളുകൾക്കിടയിൽ ഒരു മനുഷ്യൻ ഒറ്റയാനാകുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകുന്നു. ആരും ബാങ്ക് കേൾക്കുന്നില്ല, സമയമായോന്ന് നോക്കുന്നില്ല, ഉളു എടുക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല. അതിനിടയിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ അതൊരു തീരുമാനമാണ്, ഉറച്ച ബോധ്യമാണ്, ഒരു നിലപാടാണ്. ഏത് സാഹചര്യമാണെങ്കിലും എന്റെ ദീന് പാലിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞത്, നമ്മളെവിടെ പോയാലും, ലോകത്ത് ഏതു കോണിലെത്തിപ്പെട്ടാലും, ഏതു വലിയ ജോലിയിലെത്തിപ്പെട്ടാലും അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചു മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു സ്വർഗം നൽകട്ടെ. ദഅവാരംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം ഭരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് കമ്പനി പറഞ്ഞു, ഷേവ് ചെയ്യണം, താടി ഒഴിവാക്കണം. അയാൾ അടുത്ത ദിവസം കമ്പനിയുടെ തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന് ഒരു റിസൈനിങ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ജോലി രാജിവെക്കുന്നു. എന്താ കാരണം? എന്റെ മതമാണ്, എന്റെ ഷിആറാണ്. അല്ലേ, മതം പഠിപ്പിച്ചതാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇത് നിലനിർത്തി ഇവിടെ ജോലിക്ക് എനിക്ക് അവസരമില്ലെങ്കിൽ ഞാനിതാ രാജിവെക്കുന്നു. അയാൾ പറഞ്ഞു, നിങ്ങളെ രൂപത്തിൽ പോയാൽ മതി, രാജിവെക്കണ്ട. ഇതൊന്നും ഞാൻ പറയുന്നത് ഉട്ടോപ്യൻ ആശയങ്ങളല്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ നടപ്പിൽ വരുത്തി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊക്കെ നടപ്പിൽ വരുത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊക്കെ സാധിക്കും. അതുകൊണ്ട് ഏത് വലിയ അവസ്ഥയിലെത്തിപ്പെട്ടാലും അവിടെ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്ന് പ്രതികൂല സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു തന്റെ ഇടവും പ്രതിജ്ഞയും നമുക്കുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തെ കാര്യം, പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ള എന്താ അറിയോ? നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും, കോളേജിൽ കൊണ്ടുപോയി ചേർക്കും, പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മക്കൾ നന്നായി വളരാൻ 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യം കാണാൻ. എന്തിനാ കൊണ്ടുപോയി ചേർത്ത്? അത് ലക്ഷ്യം കാണണം. 2, അവർ വഴിതെറ്റിപ്പോകരുത്. ഞാനിവിടെ പ്രാധാന്യപൂർവ്വം പറയുന്നത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ, മറ്റത് അപ്രധാനമായതുകൊണ്ടല്ല. അല്ലേ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിലെല്ലാവരും ശ്രദ്ധ കൊടുക്കണം. അതിലിപ്പോ രക്ഷിതാക്കൾ അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. മുസ്ലിം രക്ഷിതാക്കൾ ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് കേരളത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് ഇവിടുത്തെ ഇസ്ലാഹി പ്രബോധകന്മാരും പണ്ഡിതന്മാരും പറഞ്ഞിരുന്ന കാര്യം. ഇതിപ്പോ വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ പറയും എൻട്രൻസിലും മറ്റു പല കോഴ്സുകളിലൊക്കെ, പരീക്ഷകളിലൊക്കെ മുസ്ലിങ്ങൾ ഉന്നത റാങ്കിൽ വരുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാർ. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. 75% മുസ്ലിങ്ങൾ പഠിക്കുന്ന, മുസ്ലിം കുട്ടികൾ പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകനാണ്. മഹാഭൂരിഭാഗം കുട്ടികൾക്കും വളരെ ചെറിയ മാർക്കാണ്, വളരെ ചെറിയ പെർഫോമൻസ് ആണ് വിദ്യാഭ്യാസ രംഗത്തുള്ളത്. രക്ഷിതാക്കൾക്ക് ഇതൊന്നും വേണമെന്നൊരു ബോധമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലം. കയ്യയച്ച് വിട്ടുകൊടുക്കാൻ പാടില്ല.
അപ്പോ ചേർത്തു പോന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനവുമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. അവിടുത്തെ അധ്യാപകരുമായൊരു ബന്ധമുണ്ടാകണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ലക്ഷ്യം കാണുക മാത്രമല്ല, അവരുടെ ധാർമ്മികതയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഞാനിവിടെ ചെയ്ത എന്റെ വാപ്പറിയും എന്റെ ഉമ്മറിയും എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ചേർത്തിന് പോന്നാ പോരാ, എല്ലാ മാസവും ഫീസ് ഓൺലൈനായി അയച്ചു കൊടുത്താ പോരാ, നല്ല ബാഗും പുസ്തകവും വാങ്ങിച്ചു കൊടുത്താ പോരാ, അന്വേഷിക്കണം നമ്മൾ. ഭയങ്കര സംഭവമായി ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എത്രയാണ് പഠിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തത്. എന്താ പണിയെടുത്തത്? പൈസ കൊടുത്തു, ഫീസ് കൊടുത്തു, പുസ്തകം വാങ്ങിക്കൊടുത്തു, ബാഗ് വാങ്ങിക്കൊടുത്തു. ഇതല്ല നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത്. നമ്മുടെ നല്ല ശ്രദ്ധയാണ്. സ്ഥാപനത്തിൽ പോകണം, രക്ഷാധ്യാപകരുമായി സംസാരിക്കണം, കഴിയുന്നത്ര അവിടെ സന്ദർശിക്കണം. അവിടെ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് ലക്ഷ്യം കാണും, രണ്ട് അവരുടെ ധാർമ്മികത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? പിന്നെ വീട്ടിനകത്തും അവർക്ക് മര്യാദ പഠിപ്പിക്കാനുള്ള ഒരു ബഹുമാനം രക്ഷിതാക്കളോട് മക്കൾക്കുണ്ടാകണം. അത് കുട്ടികളും ശ്രദ്ധിക്കണം, രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. മുഴുവൻ ഇന്നെ ബഹുമാനിക്കട്ടെ എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചാൽ ബഹുമാനിക്കൊന്നുമില്ല. പ്രവാചകന്റെ ഒരു ഹദീസുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കുട്ടികളെ തല്ലാൻ പഠിപ്പിച്ച ആളല്ല. തല്ലണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. പൊതുവിൽ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഇന്ന് പ്രവാചകൻ പഠിപ്പിച്ചൊരു വാചകമുണ്ട്, നിങ്ങളെ വീട്ടിൽ ഒരു ചാട്ടവാറ് തൂക്കിയിടണമെന്ന് ഹദീസ്. എന്തിനറിയോ? വകാന അദബല്ലഹും, നിങ്ങളുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കാൻ. കുട്ടികളെ പൊതിരെ തല്ലണമെന്നാണോ? അല്ല, അങ്ങനല്ല. നബിയുടെ പേരെ കുട്ടികളോടും മക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നത്. എന്നാൽ ഒരു ഭയം വേണം. രണ്ട് തലങ്ങളുടെ ഇടയിൽ നിൽക്കാൻ നമുക്ക് പറ്റണം. നമുക്കൊന്നുമില്ലെങ്കിൽ ഒന്നിന്റെ എക്സ്ട്രീം ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. മുമ്പ് അങ്ങനെയായിരുന്നു. വാപ്പ ഉമ്മറത്തിരിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിൽ കൂടെ കയറി വരാൻ പേടിയാണ്. വാപ്പി മക്കളും തമ്മിൽ സംസാരിക്കില്ല. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്? ഒരിക്കലുമല്ല. നല്ല ആശയവിനിമയം നടക്കണം. അങ്ങനെ പേടിച്ച് ഓടേണ്ടവരല്ല മക്കൾ. അങ്ങനത്തെ ഒരു വാപ്പ നമ്മളാകാനും പാടില്ല. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ അറിയാമോ? ഇന്ന് തീരുമാനം എടുക്കുന്നത് മക്കളാണ്. വാപ്പാർക്ക് ഒരു റോളുമില്ല, ഉമ്മാർക്ക് ഒരു റോളുമില്ല. ഇങ്ങനെ കൈവിട്ടു കൊടുക്കാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മതവിരുദ്ധമല്ലാത്ത, നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന ഏത് കാര്യവും ചെയ്തു കൊടുക്കാം. മതവിരുദ്ധമല്ലാത്തത് എന്ന് പറയാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികത്തിന് പിന്നെ താങ്ങാത്തൊരു സംഗതി ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അത് കഴിയില്ല, ബോധ്യപ്പെടുത്തണം. ഇത് നമുക്ക് പറ്റാത്തതാണ്, ഇത് നമുക്ക് താങ്ങാത്തതാണ്, ഇത് കഴിയാത്തതാണ്. അല്ലേ? 18 വയസ്സായ കാത്തുക്കാൻ എന്തിന്? 2 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങാൻ മകന്റെ ആവശ്യമാണ്. എന്നാ ശരി, നമ്മളതിനെ വാങ്ങിക്കൊടുക്കാം. അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല. നമ്മുടെ 2 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ദൂർത്താണത്, അതിരുവിട്ടതാണ്. ഒരിക്കലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഇവിടെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും മക്കളെ കൊണ്ട് മാതാപിതാക്കൾ അപമാനിതരാകുന്ന കുറെ സംഗതികൾ പറയാറുണ്ട്. മക്കളെ കൊണ്ട് മാതാപിതാക്കൾ അപമാനിതരാകുന്ന കുറെ കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പിടിക്കേണ്ടിടത്ത് നമ്മൾ പിടിച്ചിട്ടില്ല, നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിച്ചിട്ടില്ല. കുട്ടികൾക്ക് വിഷമാവോ? ഇവിടെ കുട്ടികളുണ്ടല്ലോ, വിഷമാകൂല. തൽക്കാലേ വിഷമം ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കി, നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അധ്യാപകൻ ആരാണ്? നിങ്ങൾ ഓർക്കുന്ന പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ രക്ഷിതാവിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? എന്റെ വാപ്പുണ്ടല്ലോ, എന്നെ തെറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനത്തെ വാപ്പാരോട് എല്ലാ കാലത്തും ആ സമയത്ത് ചിലപ്പോ കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടാവും, കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഈ അടുത്ത് കേരളത്തിലെ ഒരു പഴയകാല മുസ്ലിം പിന്നെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ മുന്നിൽ നടന്നിരുന്ന ഒരാളുടെ ജീവചരിത്രം വായിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് ഈ മര്യാദയുമായി ബന്ധപ്പെട്ട കാര്യം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ച് പിന്നെ വലിയ രൂപത്തിൽ പ്രശസ്തിയൊക്കെ ആർജിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാ ദിവസവും എന്റെ വാപ്പ വൈകുന്നേരം വീട്ടിലെത്തിയാൽ എന്റെ വീട്ടിൽ വരുന്ന ഇംഗ്ലീഷ് പത്രം ഞാൻ വായിച്ച് എന്റെ വാപ്പാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉറങ്ങാൻ കടന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അന്നത്തെ വാർത്ത ഫുള്ള് വായിച്ചു കൊടുക്കണം. അയാൾ പറയണേ, ഇത് എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര അസഹ്യത തോന്നി. ഞാൻ എന്റെ വീട് വിട്ടു പോയാലോ എന്ന് വരെ ചിന്തിച്ചു. ഒറ്റ
ഒറ്റ ദിവസം വിട്ടുപോകാതെ അദ്ദേഹം പിന്നീട് കേരള നിയമസഭയുടെ സ്പീക്കറായി. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേറ്ററായി. ആ കുട്ടിക്കാലം, ആ പിതാവിന്റെ നിലപാടിനെ കുറിച്ച് മുതിർന്നപ്പോ ആ കുട്ടി എങ്ങനെയായിരിക്കും, ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ അധ്യാപകനാരാണ്? നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആളാണോ? നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ വളരെ സ്ട്രിക്റ്റായി നിലനിന്നിരുന്ന, ജീവിതത്തിൽ തെറ്റുപറ്റിയപ്പോൾ 2 പൊട്ടിക്കൽ തന്നിരുന്ന അധ്യാപകരെയാണോ അല്ലാത്തവരെയാണോ നിങ്ങൾ ഓർക്കുക? അതുകൊണ്ട് നമ്മൾ ഗുണകാംക്ഷയുള്ള രക്ഷിതാവാണെങ്കിൽ ചെറിയൊരു പിടുത്തം നമുക്ക് വേണ്ടി വരും. അതവരെ ബോധ്യപ്പെടുത്തണം. ചില കാര്യങ്ങൾ നിഷേധിക്കും, അതെന്തിനെന്ന് ബോധ്യപ്പെടുത്തണം. ചില കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യിക്കും, അതെന്തിനെന്ന് ബോധ്യപ്പെടുത്തണം. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഒരിക്കലും ഇരുളടഞ്ഞതായി തീരുകയില്ല. അവർ ഭൗതികമായി നമുക്ക് അഭിമാനമാകുന്നത് പോലെ അവരുടെ ലൈഫിൽ ദീനുണ്ടാകും, അവരുടെ ജീവിതത്തിൽ മതമുണ്ടാകും. അതുകൊണ്ട് ആ നിലക്കുള്ളൊരു ബഹുമാനം എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു രക്ഷിതാവും ഒരു നിലക്കും ഒരു സ്നേഹവും മാന്യമായ പെരുമാറ്റവും ഇല്ലാത്ത രക്ഷിതാവുമാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളായി നമ്മുടെ മക്കളെല്ലാം മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികൾ, അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ മക്കൾ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഉപകാരമുള്ളവരാകാൻ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തി. 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷേ ഒരു ചെറുപ്പകാലത്ത് മദ്രസ പഠനമൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദീനിനോടുള്ള സ്നേഹം, മതബോധം, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവസാനിച്ചു പോകും. അത് മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ്, കുട്ടികൾക്ക് മാത്രമല്ല. നമ്മൾ ഒരു ഖുത്ബയിൽ നന്നായി മരണവും പരലോകമൊക്കെ കേട്ടാൽ അന്നൊരു പേടി ഉണ്ടാവും. ഇങ്ങനെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ നമുക്ക് കൊഴിഞ്ഞു പോകും, ചോർന്നു പോകും. പിന്നെ വീണ്ടും നമ്മളൊന്ന് റീചാർജ് ചെയ്യണം. ഈമാൻ അങ്ങനെയാണ്. ഈമാൻ യസീദു വയൻഖുസു എന്നാണ് പ്രവാചകൻ പറഞ്ഞു. ഈമാൻ കുറയും ചെയ്യും, കൂടും ചെയ്യും. ഞാൻ പറയുന്നത്, കുട്ടികൾ സ്വയം ശ്രദ്ധിക്കേണ്ടതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും ഒരു ഓർമ്മപ്പെടുത്തലിന് നമ്മളെപ്പോഴും വിധേയരാകണം. വെള്ളിയാഴ്ച ഖുതുബകൾ അതിൻ്റെ ഒരു നല്ല വഴിയാണ്. നമ്മൾ ഇടക്കിടക്കൊക്കെ ഒന്ന് ദീനി കേൾക്കുക, മരണത്തെ ഒന്ന് ഓർക്കുക, സ്വർഗത്തെ ഒന്ന് കേൾക്കുക, നരകത്തെക്കുറിച്ചൊന്ന് ഒന്ന് 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 ചിന്തിക്കുക. ഹാസിബു ഖബല അൻ തുഹാസബു. ഒരു വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്കു വേണ്ടി എന്തു ചെയ്തു എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആന്റെ വാചകമുണ്ടല്ലോ, ഇത് ഇടക്കിടക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ആഴ്ചയും ഒരു ദീനിയായ ക്ലാസ് കിട്ടണം. അവർ പങ്കെടുക്കുന്ന ഖുതുബ മലയാളത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു സിആർഇയുടെ ഭാഗമാകണം അവർ. പറ്റുമെങ്കിൽ ധാരാളം കോഴ്സുകൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം അത്ര ഭാരമില്ലാത്ത നല്ല ദീർഘകാലമെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാവുന്നത് മതി. എല്ലാ ആഴ്ചയും 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ക്ലാസിന്റെ ഭാഗമാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയത് നമുക്കും വേണം. നമ്മൾ എല്ലാ ആഴ്ചയും ഒരു നിശ്ചിത ഇടവേളകളെങ്കിലും ദീനൊന്ന് കേൾക്കണം. സുഹൃത്തുക്കളെ, ഇടക്കൊന്ന് നമ്മൾ മരണത്തെ ഓർക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് വഴിതെറ്റിപ്പോകും. അപ്പൊ ചുറ്റും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഉള്ളിടത്ത്, സാഹചര്യമുള്ളിടത്ത് മറിച്ചൊന്ന് ചിന്തിക്കാനും കേൾക്കാനുള്ള അവസരം മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണം. അവസാനത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത് പ്രാർത്ഥനയാണ്. രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഉപ്പ മകനു വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന അല്ലെ. ഉമ്മാന്റെ പ്രാർത്ഥനയെ കുറിച്ച് പൊതുവിൽ പറയാറുണ്ടെങ്കിലും ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ എന്നുള്ളിടത്ത് മാതാവിന്റെ പ്രാർത്ഥനയല്ല പ്രവാചകൻ പഠിപ്പിച്ചത്.
ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഉപ്പാന്റെ പ്രാർത്ഥന. ഉമ്മ സ്ത്രീയാണ്, കുറച്ചുകൂടി ഇമോഷണലാവും, വൈകാരികമാവും, മക്കൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കും. വാപ്പമാരങ്ങനെയല്ല. അത് കുട്ടികളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് പടച്ചോനെ ഹിദായത്തിൽ നിലനിർത്തണേ, ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ളതാക്കണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളും അതെ അല്ലേ. എന്തൊക്കെ പ്രാർത്ഥനകൾ! അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മുതിർന്നവരും പ്രാർത്ഥിക്കുന്നതാണ്. എന്റെ മനസ്സിനെ റബ്ബേ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരലോക വിജയം നേടുന്നവരിൽ ഉൾപ്പെടാനുള്ള പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമാക്കണം. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തെ സാധ്യമാകും. അല്ലാഹു ആ നിലക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.